ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. ഞാനിപ്പോഴും ഗ്രീൻബർഗ് റിസോർട്ടിൽ തന്നെയാണ്. ഇന്നലെ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി. ഇത് കൊളമാവിലുള്ള റിസോർട്ടാണ്. അപ്പോൾ ഇടുക്കി ജില്ല തന്നെയാണ്. ഇടുക്കി ജില്ല എന്ന് പറഞ്ഞാൽ എന്തോരം വലുതാണ്. പക്ഷേ അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ട. ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും അടുത്ത് നമുക്ക് എറണാകുളത്തുള്ളവർക്കോ ട്രിവാൻഡ്രത്തുള്ളവർക്കോ 5 മണിക്കൂറിൽ വരാം. എറണാകുളംകാർക്കാണ് ഏറ്റവും അടുത്ത് 2 hours. ഇത്രയും ബ്യൂട്ടിഫുൾ ഒരു ഗ്രീൻ സ്പേസിൽ വന്ന് താമസിക്കുക എന്നൊക്കെ പറയും. എന്ത് സുഖമല്ലേ. ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ചക്കയും വാങ്ങി ഒരുപാട് ചക്ക ഇങ്ങനെ കാഴ്ച തൂങ്ങി ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ. നമുക്ക് പറിക്കാൻ വേണമെങ്കിൽ ആ ഒരു അവസ്ഥയിൽ ചക്കയുണ്ട്. ഈ സീസണും അതാണ്. എന്തായാലും നല്ല ഒരു ടോട്ടലൊരു വനത്തിനകത്ത് താമസിക്കുന്ന ഫീലും കൂടി കിട്ടും ഫോറസ്റ്റ് ലാൻഡിൽ. ബിക്കോസ് ഇറ്റ്സ് സോ ഗ്രീൻ. അപ്പം നല്ല പൊല്യൂഷൻ ഫ്രീ, എന്താ പറയുക, അങ്ങനത്തെ ഒരു ഓക്സിജൻ ഫിൽഡ് ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നും നടന്ന് പോകുന്നു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. ഇച്ചിരി ലേറ്റായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ അടുത്തൊരു ഷോപ്പിലേക്ക് പോകും. ആ കട എന്ന് പറയുന്നത് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ വീഡിയോ ചെയ്യാൻ, അത്രയ്ക്ക് ഫേമസ് ആണ്. കുളമാവ് ഈ ഭാഗത്ത് തന്നെയുള്ള സുശീല ചേച്ചിയുടെ നാടൻ കട. അവിടുത്തെ ഊണ് വളരെ വളരെ ഫേമസ് ആണ്. ഇവിടെ നിന്ന് ഒരു 5-10 മിനിറ്റിനകത്ത് എത്താൻ പറ്റുന്ന ഡിസ്റ്റൻസാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പോൾ അവർ കുക്ക് ചെയ്യുന്ന സമയത്ത് പോവുകയാണെങ്കിൽ കുറച്ച് കുക്കിംഗ് വിശേഷങ്ങളും അറിയാം, നല്ല ഭക്ഷണം കഴിക്കാം. എന്തായാലും ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഈ ഗ്രീൻബർഗ് റിസോർട്ടിൽ വന്നിങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു ഫോറസ്റ്റ് ലാൻഡിൽ ജീവിക്കുന്ന ഒരു ഫീല് കിട്ടുന്നു. നമ്മൾ മറന്നുപോയതോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന കുറേ നൊസ്റ്റു ഓർമ്മകളും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാം. പ്രത്യേകിച്ച് പറഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒരു എന്താ പറയുക അച്ചു പോലെ അടിക്കുന്നൊരു ഇങ്ങനത്തെ ഒരു ചെടിയില്ലേ, ഇത് ചെറുതാണ്. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു വൈറ്റ് പൗഡർ ഉണ്ടാവും. ഇങ്ങനെ ആക്കുമ്പോൾ കയ്യിൽ ഡിസൈൻ വരും. അതുപോലെ ഇത് വളരെ റെയറായിട്ടുള്ള വേറൊരു കാര്യം കാണിച്ചു തരാം. അതായത് കണ്ണുനീർത്തുള്ളി എന്നാണ് പറയുന്നത്. കണ്ണുനീർത്തുള്ളി കണ്ടു കഴിഞ്ഞാൽ കണ്ണുനീർത്തുള്ളി പോലെ തന്നെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടാവും ആ ചെടി. ഒരു പുൽച്ചെടിയാണ്. അതിലിങ്ങനെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ദേ നോക്കിയേ, ഇത് കണ്ടോ, ഒരു റെയിൻ ഡ്രോപ്പാണ് ആക്ച്വലി. എനിക്ക് തോന്നുന്നു ഇത് നേച്ചറിൻ്റെ തന്നെ പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണെന്ന് പറയാം. ഈ പുല്ല് പോലത്തെ ചെടികളിൽ അതിങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് ഏതാണ്ട് ഒരു ക്രിസ്റ്റൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്കിയേ. ഇതറിയാത്തവർ കുറവായിരിക്കും, ഒരു പക്ഷേ അറിഞ്ഞുകൂടാത്ത ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാരുണ്ടാകാം. ഓൾഡ് ജനറേഷനിലെ ആൾക്കാർക്കൊക്കെ ഇത് നല്ല പരിചിതമായ ഒരു സംഗതിയാണിത്. ഈ ഒരു കണ്ണുനീർത്തുള്ളി എന്നുള്ള ഈ ഒരു പുൽച്ചെടിയിൽ കാണുന്ന ഈ ഒരു സംഗതി. അപ്പോൾ ഇത് ഓർമ്മയുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻറ്റ് ബോക്സിൽ വന്ന്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിങ്ങനെ എടുത്തിട്ട് കണ്ണിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചാൽ ഈ ഡ്രോപ്പ് ഓഫ് വാട്ടർ കണ്ണുനീർത്തുള്ളി ഒഴിക്കുക ഭയങ്കര കൂളിംഗ് ആണെന്നാണ് പറയുന്നത്. ഭയങ്കര ഇത് ഓർമ്മകളിൽ നിന്ന് ആൾക്കാർക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. സോ ബ്യൂട്ടിഫുൾ. അത് സത്യം പറഞ്ഞാൽ എടുക്കാനേ തോന്നുന്നില്ല നമുക്ക്. എന്ത് ഭംഗിയാ നോക്കിയേ. അങ്ങനെ പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. കയ്യിൽ വയ്ക്കുമ്പോൾ കണ്ടോ സ്റ്റിക്ക് ചെയ്യുന്ന പോലെ. ഇതിങ്ങനെ വയ്ക്കുമ്പോൾ ഒരു ജെല്ലി ഫീലിംഗ് ആണ്, പക്ഷേ ഇതിനകത്ത് വാട്ടറാണ്. അപ്പോൾ ഈ ചെടി ആണ് അതിനെ കവറേജ് ആക്കിയിട്ട് അതിനെ സൂക്ഷിക്കുന്നത്. ഈ കണ്ണുനീർത്തുള്ളി പോലെ റെയിൻ ഡ്രോപ്സിനെ അത് സ്റ്റോർ ചെയ്യുന്നതാണ്. റെയിൻ ഡ്രോപ്സിനെ ഇത് ഈ ഭാഗത്തെല്ലാം ഈ പുൽച്ചെടിയാണ് ഇങ്ങനെ വളർന്നിരിക്കുന്നത്. അയ്യോ, അതെന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തു. പെട്ടെന്ന് കണ്ടപ്പോഴേ ഒരു സന്തോഷം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഏരിയ മൊത്തം അതാണ്. പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഒരുപാട് നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഓർമ്മകൾ, നൊസ്റ്റാൾജിയ. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയുള്ള ടോസ്റ്റ് ഉണ്ട്, ഓംലെറ്റ്, ഇഡ്ഡലി സാമ്പാർ, ഗോതമ്പ് പുട്ട് ആൻഡ് കടലക്കറി, വളരെ തനി നാടൻ കാര്യങ്ങളുമുണ്ട്. ചിക്കൻ സോസേജ് ഉണ്ട്, പിന്നെ പഴം പുഴുങ്ങിയത്, ഏത്തപ്പഴം, പയർ തേങ്ങയൊക്കെ ഇട്ട് പുഴുങ്ങിയത്, ചമ്മന്തി 2 തരം, പിന്നെ കട്ട് ഫ്രൂട്ട്സ്, പൂരി മസാല. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുള്ളത് ടോസ്റ്റ് ആൻഡ് ഓംലെറ്റ് ആൻഡ് കോൺഫ്ലേക്സ്, പിന്നെ ഫ്രഷ് ജ്യൂസ് മുതലായ കാര്യം. പൂരി, ബാജി, ഗോതമ്പ് പുട്ട് എല്ലാവരുടെയും ഒരു നൊസ്റ്റമാണല്ലോ. നമ്മൾ വീട്ടിൽ കഴിക്കുന്നതാണ് എപ്പോഴും. എങ്കിലും ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക്, നോർത്ത് ഇന്ത്യൻ ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിലോ ഫോറിനേഴ്സ് വന്നാൽ അവർക്കൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഹോംലി ഫുഡ് ആൻഡ് കടലക്കറി, കറുത്ത കടല, പിന്നെ ഇഡ്ഡലി സാമ്പാർ, ഓംലെറ്റ്, ഇന്നത്തെ ഫ്രഷ് ജ്യൂസ് ഇസ് ഗ്രേപ്സ്. ഓക്കെ, അങ്ങനെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാം. വെരി നൈസ്. ബാജി ഈസ് ഓൾസോ വെരി നൈസ്. പൂരി കൊള്ളാം, നല്ല. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതേ മുട്ട റോസ്റ്റും ഇടിയപ്പം പിന്നെ ഫ്രഷ് പുട്ടൊക്കെ വരുന്നുണ്ട്. കാര്യം ഞാനിച്ചിരി ലേറ്റായിട്ടല്ലേ കഴിക്കാൻ വന്നത്. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം എല്ലാവരും കഴിച്ചിട്ട് പോയി കേട്ടോ. 9 മണിയൊക്കെ കഴിഞ്ഞു.
ഫുഡ് ഫ്രഷായിട്ട് പിന്നെയും ഉണ്ടാക്കി തരും. പക്ഷേ ജനറലി സ്പീക്കിംഗ് ഇന്നലെ നൈറ്റിലെ ഡിന്നർ കഴിച്ചു, ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ലഞ്ച് കഴിക്കാനുണ്ടാവില്ല. നല്ല ഫുഡാണ്. ദിസ് ഗ്രീൻബർഗ് റിസോർട്ടിൻ്റെ ഫുഡ് ഇസ് എന്താ പറയുക, എക്സ്ട്രോഡിനറി, നല്ല വെരി നൈസ്. നമ്മുടെ ഒരു വീട്ടിലെ ഭക്ഷണം പോലെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ തോന്നുന്നു. അങ്ങനെ കഴിക്കാനായിട്ടും തോന്നുന്നു. അത് ക്രെഡിറ്റ് കംപ്ലീറ്റ് ഞാൻ ഷെഫിന് കൊടുക്കും. അങ്ങനെ നമ്മൾ സുശീല ചേച്ചിയുടെ നാടൻ ഭക്ഷണശാല. അയ്യോ, ആളും ഇവിടെ തന്നെ ഉണ്ട്. ഹലോ, ഇതാണ് സുശീല ചേച്ചി നാടൻ ഭക്ഷണശാലയുടെ ഉടമസ്ഥ. വളരെ ഫേമസ് ആണ്. ഞാൻ വന്നപ്പോൾ വളരെ താമസിച്ചു എന്ന് തന്നെ പറയാം അല്ലെ. എല്ലാ യൂട്യൂബിലെ എന്തുമാത്രം വീഡിയോസാണ്, എല്ലാം കണ്ടു. ആ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സന്തോഷത്തിലോടി വന്നതാണ്. അതായത് ഇവിടുത്തെ സദ്യ, ഉച്ചയ്ക്കുള്ള ഊണ്, ഇലയിലെ ഊണ് എത്ര കറിയാണ് കൊടുക്കുന്നത്? 23 കൂട്ടം തൊടുകറി, പിന്നെ 23 ശനിയാഴ്ചയും ഞായറാഴ്ചയും കപ്പയും മുളകും, പിന്നെ പായസം, പപ്പടം, 5 കൂട്ടം ചാറുകറി, ഇതെല്ലാം കഴിഞ്ഞ് ചോറ്, ഉപ്പ്, വെള്ളം എല്ലാം കൂടി ചേർത്ത് 130 റുപ്പീസേ ചാർജ് ചെയ്യുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഹൈലൈറ്റ് പോയിന്റ്. പിന്നെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ഐറ്റംസ് ആണ് വരുന്നത്. തൊട്ടുകറി നമ്മൾ ആലോചിച്ചിട്ട് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കറി ഉണ്ടാവില്ല, എല്ലാം ഡിഫറെൻ്റ് ആണ്. വ്യത്യസ്തമായ രുചികരമായ കറി. അത് കഴിക്കണം. കഴിഞ്ഞോ പരിപാടിയൊക്കെ കഴിഞ്ഞോ? നമുക്ക് കാണാം. ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം കഴിഞ്ഞോ? നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ കൊടുത്ത് എല്ലാത്തിനും കഴിക്കാനും കൂടെ ഉണ്ട്. എവിടുന്ന് വരുന്നേ? ഇടുക്കി. ഞങ്ങൾ ഗ്രീൻബർഗിലുണ്ടായിരുന്നു. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ ഉള്ളൂ അല്ലേ? 11:30 വരെ. ഓ, 11:30 വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇവിടെ. സുശീല ചേച്ചിയുടെ അടുക്കളയിലേക്ക് കയറി പറ്റിയിട്ടുണ്ട് ഞാൻ. നമ്മുടെ വീട്ടിലൊരു കിച്ചണിൽ കയറുന്ന പോലെ തന്നെ ഉണ്ട് ഏകദേശം. ഇവിടെ കുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം ഡണ്ണാണ് ഉച്ചക്കലത്തേക്കുള്ള. പക്ഷേ എങ്കിലും 1-2 കറിയെങ്കിലും ബാക്കി വെച്ചേക്കാന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഒന്ന് വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ വരുന്നത്. ഇന്നലെ ഞങ്ങൾ ഇവിടെ കയറിയിട്ടാണ് പോയത്. അപ്പോൾ ആ കറി ഉണ്ടാക്കുന്ന കാണാം. എന്താണെന്നറിയില്ല, നമുക്ക് നോക്കാം. നല്ല ഇതുണ്ട് കേട്ടോ അടുക്കള. സ്പേഷ്യസ് ആണ്. ഇങ്ങനെ പല ഇതായിട്ട് റൂംസായിട്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു വീട്ടിലെ കിച്ചണിലേക്ക് കയറുന്ന ഒരു ഫീലാണ്. ഇന്ന് എന്താ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്? ഇനിയിപ്പോൾ ഞാൻ ഉലുവ കറി വെക്കാം. ഉലുവ കറി. ഓക്കെ, ഇത് ഇവിടുത്തെ ഒരു മാസ്റ്റർ പീസ് ഐറ്റാണ് ഉലുവ കറി. വിറകടുപ്പ് വേണമെന്നില്ല, നമുക്ക് പെട്ടെന്ന് ആകാനായിട്ട്. അവിടെ വിറകടുപ്പിൽ വേറെ ഏതാണ്ടൊക്കെ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ഉലുവ എടുത്തിട്ട് പറഞ്ഞു. ഓക്കെ, ഇതൊന്ന് കോരാണ്ട് പാത്രം എടുത്തോന്നെ. ഇതുവരെ ഒരു അമ്മച്ചിമാര് ഉലുവ വെച്ച് ഇത് പിടിച്ചില്ലല്ലോ. ഇല്ല. ഒത്തിരി വെറൈറ്റി പിടിക്കാനുണ്ടായിരുന്നു. ചെറുനാരകത്തിന്റെ ഇല കറി വെക്കുന്നത്. ആണോ? അയ്യോ, ഒത്തിരി വെറൈറ്റി കറീസിന്റെ ഒരു ചൂടെടുക്കുന്നുണ്ട്. സോഴ്സാണിത്. പിന്നെ ഇവിടെ ഇന്ന് വെച്ചത് കേറ്ററിംഗ് ഓർഡർ കൂടി ഉണ്ട്. എത്ര? 40 പേർക്കാണോ? 40 പേർക്ക്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ട്. അത് കാരണം അതെല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇന്ന് അതുകൊണ്ടാണ് അധികം. ഇന്ന് സാറ്റർഡേ സെക്കൻഡ് സാറ്റർഡേ ആണ്. ഉച്ചയ്ക്ക് ലഞ്ചിനൊക്കെ രാവിലെ നല്ലയാണ്. ലഞ്ചിനും അതുപോലെ തന്നെ തിരക്കുണ്ടാവും. അപ്പോൾ ഇതിവിടുത്തെ ഒരു മാസ്റ്റർ പീസ് കറിയാണ് ഉലുവ കറി. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് മതി, സന്തോഷമായി. അപ്പോൾ ഒരു സൈഡിൽ ഉലുവ വറുക്കുന്നു, അതോടൊപ്പം തന്നെ ഇപ്പുറത്തെ ഒരു ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് രണ്ടും സൈമൾട്ടേനിയസ്. കുറച്ച് വയറ്റുള്ള കാര്യമുണ്ടല്ലോ, ഒന്നിച്ച് ചെയ്യാൻ വരച്ചു. വെളുത്തുള്ളി, സവാള, പച്ചമുളകും കൂടെ വേണം. ഇതിപ്പോൾ കടുകിട്ടു. അപ്പോൾ ഇനി അടുത്ത് ഇതൊന്ന് വറുത്ത് കഴിഞ്ഞിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിൽ ഇഞ്ചി, പച്ചമുളക്, പിന്നെ എന്തൊക്കെയാ, വെളുത്തുള്ളി, സവാള, ഇത്രയും കാര്യങ്ങൾ ചെറുതായി അരിഞ്ഞൊരു സൈഡിൽ അത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതും കൂടി ചേർത്ത് ഇനിയിപ്പോൾ ഇതങ്ങോട്ട് വറുത്ത് കഴിയുമ്പോഴേ നല്ല ചുമക്ക മൂക്കുമോ? ചുമന്നില്ലേ? നല്ല ചുവക്കെ മൂപ്പിക്കാന്ന് പറയില്ല, അതുപോലെ വറുത്തെടുക്കാം. ഏതാണ്ടായി. ഇപ്പം തന്നെ ഒരു പൊടുകൂടെ പൊട്ടല് തുടങ്ങും. യെസ്, ഉലുവ പൊട്ടി തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു പാകം. ഇതൊന്നും ഇല്ലാത്ത കറിയാണ് ഉലുവ കറി. പക്ഷേ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. ഇത് ഒരുപാട് പേര് പറയും ഇത് അസുഖത്തിന് നല്ലതാണ്. ആണല്ലേ? ഉലുവ കുറുക്കിയതൊക്കെ നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോൾ കഴിക്കാറുണ്ട്. പക്ഷേ അല്ലെങ്കിൽ ഉലുവ ഭയങ്കര നല്ലതാണ്, ഭയങ്കര കൂളിംഗ് ആണ്. ചുമക്കുമാണെങ്കിൽ ഒരു കറുപ്പ് പോലെ ഇപ്പോൾ ആയി തുടങ്ങി. നല്ല മൂക്കുക. അതാണ് കേട്ടോ പൊട്ടുന്നത് കേട്ടോ. യെസ് യെസ്, പൊട്ടൽ സൗണ്ട്. ഇനി നമ്മൾ വെള്ളം ഒഴിക്കുക. കൈമാറ്റി കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ എണ്ണ ചൂടായി. അവിടെ അരിഞ്ഞ കാര്യങ്ങളൊക്കെ ചേർക്കുന്നു. ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി ഉണ്ടോ ഇതിൽ? ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആൻഡ് സവാള. പച്ചമുളക് എത്ര എണ്ണം എടുത്തായിരുന്നു? 5 പച്ചമുളക്. 5.
4-5 പച്ചമുളക്. ഇതിപ്പോൾ ഒരു എളുപ്പത്തിനായതുകൊണ്ട് ഞാനിങ്ങനെ അതെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് വെന്തില്ലേ. അതെ. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുന്നു, ഉലുവയ്ക്ക് വേവിക്കാൻ ഇട്ടിരിക്കുവാണ്. ഞാൻ അതിനകത്തേക്ക് കുടംപുളിയും കൂടി ചേർക്കും. ഇന്നലത്തെ നിന്ന് വ്യത്യസ്തമായിരിക്കും ഇന്നത്തെ കറികൾ അല്ലേ, എല്ലാം ചെറുതൊക്കെ മാറും. അപ്പോൾ ഇതിപ്പോൾ മൂത്തും അടങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇനി ഇതിലേക്ക് ഇടാനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിരിയൻ മുളകും രണ്ടും ഇടുന്നുണ്ട് അല്ലേ. അത് ഇവിടെ തന്നെ ഉണക്കി പൊടിക്കുന്നതാണ്. ഇവിടെ ഉലുവ വെന്തുകൊണ്ടിരിക്കുന്നു, കുടംപുളിയുടെ ഒരു പീസും കൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത്. പിന്നെ ഞാൻ ചില ദിവസം ഇത് ഇങ്ങനെ ഇതൊന്നും ഇടാതെ ഉലുവ വെന്ത് അതിൻ്റെ കൂടെ ശകല ഒരു 1/4 ഭാഗം അരിയും കൂടെ ഇട്ടിട്ട് ശർക്കരയും തേങ്ങാപ്പാലും കൂടെ ചേർത്ത് പായസം പോലെ മുളക് പൊടി ചേർത്ത്. മുളക് പൊടി ചൂടായേ. ഉലുവ കറിയിലേക്ക് ഇടുന്നു, വെന്തുകൊണ്ടിരിക്കുന്ന ഉലുവയിലേക്ക് കുടംപുളിയും കൂടി ചേർക്കും. അപ്പോൾ നല്ല ചാറായിട്ട് ഇരിക്കുന്നു. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കും. തേങ്ങ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ നിറം അങ്ങോട്ട് മാറും. ഓ, കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡായി. മുളകിൻ്റെ എല്ലാം നിറം മാറിയില്ലേ. ഇത് തൊട്ടുകറിയായിട്ടല്ലേ കൊടുക്കുന്നത്, അപ്പോൾ ഇത് ഇച്ചിരി കൂടി ടൈറ്റ് ആവുമോ? ഇച്ചിരി കൂടെ ഇത് എടുക്കുമ്പോൾ ഇത് നമുക്ക് സ്പൂണിൽ അവിടെ തന്നെ നിൽക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഹാവി കയറി ഒന്ന് പത പോലെ വന്നു തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യും. തൊട്ടുകറി തന്നെയാണ്. ചില പച്ചക്കറി കിച്ചടിയൊക്കെ വിളമ്പില്ല, അതുപോലെ ഉലുവാക്കൽ. ഞാൻ ചില ദിവസം ഇങ്ങനെ കറി വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ കൊണ്ടാട്ടം മുളക് വറുത്ത് വെച്ചിട്ട് അങ്ങോട്ട് കുറേ അങ്ങോട്ട് ഇടും. അപ്പൊ നമുക്ക് അതിനൊരു കഷ്ണം ചെയ്യും. ഭയങ്കര ക്രിയേറ്റീവാണ് കേട്ടോ, ഭയങ്കര ക്രിയേറ്റീവാണ്. എല്ലാ നാടൻ വിഭവങ്ങളിലും അത്രയും ക്രിയേറ്റിവിറ്റി ഗംഭീരം. ലാസ്റ്റ് കറിവേപ്പില. എനിക്ക് കടയ്ക്ക് വേറൊരു മോഡലൊക്കെ ആകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ജനങ്ങൾ അതിനെ സമ്മതിക്കില്ല. ഇപ്പൊ ഇന്നത്തെ ദിവസം ഒരു ചക്ക കിട്ടുവാണെങ്കിൽ എന്റെ ആഗ്രഹം ഇരിക്കും, അതുകൊണ്ട് ചക്ക പായസം, എല്ലാം ചക്ക തീമാവാൻ, ചക്ക തീയല്, കൂഞ്ഞ് തീയല്, അല്ലെ മപ്പാസ്, പിന്നെ ചക്ക എരിശ്ശേരി. അങ്ങനെ എനിക്ക് ചക്ക കൊണ്ട് തന്നെ എല്ലാ വിഭവങ്ങളും 10-15 കൂട്ടം കറികൾ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ആദ്യം ഉണ്ണാൻ വരുമോ? ചിലപ്പോ വരുന്നവരുണ്ടാവും, എങ്കിലും ഇടയ്ക്ക് തീ ഓഫ് ചെയ്തു. കറി ഈസ് റെഡി. ഇതാരാണ്? അംബിക. അംബിക ചീഫ് അസിസ്റ്റന്റ്. ഇവിടെ ഒത്തിരി ലേഡീസ് ഉണ്ട് കേട്ടോ, എല്ലാവരും ഭയങ്കര ഹാർഡ് വർക്കിംഗ്. ഇനി കുറച്ച് പേര് വൈകിട്ട് വരും. ഒത്തിരി ആൾക്കാരുണ്ട് സപ്പോർട്ടീവായിട്ട്, എല്ലാം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ബിസിനസ് അങ്ങനെ ഭയങ്കര വലുതായി, ഒത്തിരി ആൾക്കാർ ഉണ്ണാൻ വരുന്നതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, വൈകുന്നേരത്തെ ഭക്ഷണം. തുടങ്ങിയിട്ട് എത്ര വർഷമായി? 12 വർഷമായി. 12 വർഷമായി. തുടക്കത്തിൽ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു നമ്മൾക്ക് ഒരു ചെറിയ വീട്, അതിന്റെ മുറ്റത്ത് കടയായിരുന്നു. 2 പേരാണ് ഊണ് കഴിക്കാൻ ആദ്യം വന്നത്. ഓ, അത് ശരി. അതും വന്നതല്ല, ഞാനിങ്ങനെ ഇതിലെ പോകുന്നവർക്കൊക്കെ ഇങ്ങനെ ചോറൊക്കെ ഉണ്ടെങ്കിൽ ബാച്ചിൽ ചോറിട്ട് പോകാന്നൊക്കെ പറയും. പച്ചക്കറി എന്തെങ്കിലും പണിയെടുത്ത് നടക്കണം, ആര് വന്നാലും ഞാൻ ഭക്ഷണം കൊടുക്കുവേ. അപ്പൊ ആ ചേട്ടന്മാർക്ക് ഇങ്ങനെ ഒരു ദിവസം ചോറ് കൊടുത്തപ്പോഴേക്കും അവരെന്നോട് ചോദിച്ചു, ചേച്ചി ഈ കറികൾ കൂട്ടി ഞങ്ങൾക്ക് ഇങ്ങനെ വെറുതെ തരണ്ട ചേച്ചി, പൊതിയായിട്ട് ഉപ്പും പൊടിയും നോക്കണം, എന്നിട്ട് പൊതിയായിട്ട് തരാമോ എന്ന് ചോദിച്ചേ. അപ്പൊ ഞാൻ 2 പൊതി ചോറ് തരാമെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഞാൻ വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് 2 പൊതി ചോറ് കൊടുത്തു. ആ ചോറ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവര് ഇത് കൊണ്ടുപോയി ഉണ്ടോണ്ടിരുന്നപ്പോൾ അവരുടെ കൂട്ടുകാർ ചോദിച്ചു, ഇത് ഇവിടെ നടന്നു ചോറാണെന്ന്. അപ്പൊ അവര് പിറ്റേ ദിവസം വന്ന് ഞങ്ങൾക്ക് കുറച്ച് പൊതികളും കൂടുതൽ തരാമെന്ന്. അപ്പൊ അവർക്ക് മേടിച്ചോണ്ട് കൊടുക്കും. പിന്നെ അവര് തന്നെ ഒരു 10-25 പൊതി നമ്മളോട് മേടിക്കാൻ തുടങ്ങി. അപ്പൊ ഇവരിങ്ങനെ കൊണ്ടുപോകണം കണ്ടപ്പോ ഈ KSRTC ബസ്സുകാര് പറഞ്ഞാണ് അറിയുന്നത്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് പൊതി തരാവുന്ന. അപ്പൊ അവര് മേടിക്കാൻ തുടങ്ങി. അപ്പം പ്രൈവറ്റ് ബസ്സുകാർ ചോദിച്ചു. പിന്നെ ഇതിലെ വരുന്ന വണ്ടിക്കാരെല്ലാം പൊതി കൊടുക്കാം. അപ്പോഴാൾക്കാർ പയ്യെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. ആൾക്കാരായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത കടയാണ്. തുടക്കം കണ്ടല്ലോ. അപ്പൊ ഭയങ്കര അതാണ് പറയുന്നത്, ഇതൊക്കെ ഒരു നിമിത്തം പോലെ. പക്ഷെ കൈപുണ്യം എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ ആൾക്കാരോട് സ്നേഹത്തിലുള്ള ആ പെരുമാറ്റം. ഇവിടെ ഇപ്പോൾ ഇത്രയും തിരക്കാണെങ്കിലും വന്നിരിക്കുന്ന ഓരോ ഗസ്റ്റുകളെയും അല്ലേ, കഴിക്കാൻ വരുന്നവരോടും അടുത്ത് നിന്ന് സംസാരിക്കും, ചോദിക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഭയങ്കര ഇൻവോൾവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എല്ലായിടത്തും കണ്ണും കൈയും എത്തുന്നുണ്ട്. ചേച്ചി ഗംഭീരമായിട്ട് ഇപ്പോൾ ഒരു 12 വർഷം മുന്നേ ഉള്ള ആ ഒരു തുടക്കത്തിൻ്റെ കഥയാണ് പറഞ്ഞത്. അതിൽ നിന്നും ഈ ഒരു കടയാണ് എത്തി. അത് കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ അടിനില വീടാക്കി, ഇതിന്റെ താഴത്തെ ഫ്ലോർ വീടുണ്ടല്ലേ, വീടാക്കി മേളില് കടയായി. ദൈവത്തോടൊരു ചെറിയ വീട് തരാമോന്നാ ചോദിച്ചോളൂ. ദൈവം എനിക്കൊരു വലിയ വീട് തന്നു, അതിന്റെ മുകളിലൊരു വലിയ കട തന്നു.
എൻ്റെ സ്വപ്നത്തിൽ ഇതൊരു വലിയ കടയായിട്ട് എൻ്റെ വലിയ ആഗ്രഹം കട തന്നെയാണ്. ഞാൻ അങ്ങനെ ഒരു കട പണിത്. അപ്പോൾ എനിക്ക് 14 പണിക്കാരോളമുണ്ട്. 14 പേരോളം സ്റ്റാഫായിട്ട് കൂടെ ഉണ്ട്, ഫാമിലി ആയിട്ട്. ഫാമിലിയും ഞങ്ങളെല്ലാവരും ഇങ്ങനെ ചേട്ടൻ സണ്ണിലോ ഇവിടെ ഉണ്ട്, സിസ്റ്റർ പെൺകുട്ടികളുണ്ട്, എല്ലാവരും ഹസ്ബൻഡും എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ എന്തായാലും നല്ലൊരു സക്സസ് സ്റ്റോറിയാണ് സുശീല ചേച്ചിയുടേത്. ഏറ്റവും ചെറിയ ഹമ്പിൾ ബിഗിനിങ്, പക്ഷേ ഇപ്പം ഇനി ഇതിലും കൂടുതൽ പലയിടത്തും ബ്രാഞ്ചസ് ഒക്കെ തുടങ്ങാം. പക്ഷെ അത്രയും അത്യാഗ്രഹം ഇല്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം നമ്മളിവിടെ ഈ ഭക്ഷണം വിളമ്പുമ്പോൾ എല്ലാവരും വരുന്ന ചേച്ചി എന്ത് ചെയ്യുന്ന അത് ശരിയാണ്. ആ കടയിലും ചേച്ചി നിൽക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അത് ശരിയാണ്. എല്ലായിടത്തും എനിക്ക് അങ്ങനെ മരിച്ചു കിടന്ന് പണിത് ഒരുപാട് വെട്ടിപ്പിടിക്കണമെന്നൊന്നും. നമ്മുടെ കൊച്ചു കടയിൽ നമുക്ക് ദൈവം ഇത്രയും ഇത് മോശമാകാത്ത രീതിയിൽ എനിക്ക് നല്ലതായിട്ട് കൊണ്ട് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ ആഗ്രഹം. അത് കൊള്ളാം, നല്ല ചിന്തകളാണ്. അപ്പൊ എന്തായാലും നമുക്കൊരു കറിയും കാണാൻ പറ്റി. ഇനി നമുക്ക് വേണേൽ ചിക്കൻ തോരൻ വെക്കാം. ഒരു സൈഡിൽ വിറകടുപ്പിലും പാചകം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓടി എത്തിയിരിക്കുന്നു. ഇവിടെ ചിക്കൻ തോരൻ്റെ പ്രോസസ്സ് നടക്കുകയാണ്. ഇവിടെ ബീഫ് ഫ്രൈ നടന്നുകൊണ്ടിരിക്കുന്നു. ആൾമോസ്റ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നടക്കുകയാണ്. ചിക്കൻ തോരന് മസാല, മഞ്ഞപ്പൊടി, മുളക് പൊടി. ചിക്കൻ തോരൻ എന്ന് പറയുമ്പോൾ എണ്ണ അടുപ്പേ വെക്കണം. അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള ഇത്ര സാധനമായിട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ മസാല, പിരിയമുളക്, സാദാ മുളക് പൊടി, മഞ്ഞപ്പൊടി, ശകലം കുരുമുളക് അത്രയും സാധനം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പച്ചയോ മാറുന്ന വരെ അങ്ങ് ഇളക്കി. അതങ്ങ് ഇളക്കി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തൊരു കുത്തി അരിഞ്ഞു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇടുന്നു. ചിക്കൻ ഇനിയിപ്പം വേകാൻ വേണ്ടി അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഇളക്കി കൊടുക്കുക. ചിക്കൻ വെന്ത് കഴിഞ്ഞ് വാങ്ങണ നേരം ആവുമ്പോൾ നമ്മുടെ തേങ്ങ, കറിവേപ്പില വാങ്ങിയാൽ മനസ്സിലായി. അപ്പൊ എല്ലാ കാര്യങ്ങളും മസാല ഒക്കെ ഓൾറെഡി ഇതിനായി കഴിഞ്ഞു. ചിക്കൻ്റെ പീസസ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി വേവിക്കാനുള്ളൊരു ടൈം. ഇത് വെന്ത് കഴിഞ്ഞിട്ട് തേങ്ങ ചെറിയതും കറിവേപ്പില മുതലായ കാര്യങ്ങൾ ഇട്ടിട്ട് ഫിനിഷ് ചെയ്യും. അപ്പൊ ചിക്കൻ ഇപ്പം കടകളിൽ ഇല്ലാത്തൊരു കറിയാണ് മുതിര. എനിക്ക് ദിവസം മുതിരക്കറി ഉണ്ട്. മുതിരയുടെ ഒഴിച്ചറിയാണോ? അല്ല അല്ല, തോരനായിട്ട്. ഇന്ന് അതുണ്ടോ? ഇല്ല. ഓയ്യോ, നമുക്ക് അതെ അതെ അതെ. മുതിര തോരൻ അല്ലെങ്കിൽ മുതിര മെഴുക്ക് പുരട്ടി ചെയ്യാറുണ്ട്. അങ്ങനെ നല്ലതാ. പക്ഷേ ഇപ്പൊ ഈ പണി അങ്ങനെ ഇവര് ഉരുളിക്കകത്തിട്ടേക്കും. അപ്പൊ അത് തന്നെ ഈ ചൂട് കൊണ്ട് കുക്കറിലാണോ ഉപയോഗിക്കുന്നത്? കുക്കറിൽ നല്ല വേഗമുണ്ട്. അത് നല്ല വേഗമുണ്ട്. പിന്നെ കുതിർക്കാതെ തന്നെയാണ് അല്ലേ? കുതിർക്കണ്ട. ഇതാ നമസ്കാരം. മകള്, മൂത്ത മോള്. എന്താ പേര്? എന്റെ പേര് രസുധ. രസുധ, അടിപൊളി പേരാന്നല്ലോ രസുധ. ഇത് അമ്മയുടെ ഫസ്റ്റ്, സുശീല ചേച്ചിയുടെ ഫസ്റ്റ്. എത്ര കുട്ടികളാ? ഈ മോള്, 2 മോള്, പിന്നെ ഒരാളും കൂടി ഉണ്ട്. ഇതിന്റെ ഇളയതൊരാളുണ്ട്. സിസ്റ്റർ ഇവിടെ അപ്പൊ ഇവിടെ ഉള്ള സണ്ണിലോ ആരുടെ ഹസ്ബൻഡാണ്? ഓ ശരി. നമ്മള് അപ്പൊ ഇതൊരു ഫാമിലി റൺ ബിസിനസ്സായി മാറിയിരിക്കും. ഇവരൊക്കെ അന്ന് ചെറിയ കുട്ടികളായിരുന്നിരിക്കുമല്ലോ ആ സമയത്ത് അല്ലെ? 12 വർഷം മുമ്പ് കുഞ്ഞുതല്ല. ഇവരെല്ലാം കല്യാണം കഴിച്ചു. അന്നും ഞാൻ കട തുടങ്ങുമ്പോ ഇവര് ഡൽഹിയിലാണ്, നേഴ്സാണ് ഇവിടെ. അപ്പൊ ഇവർ രണ്ടുപേരും അവിടെ ജോലിയായിരുന്നു. അപ്പൊ ഇപ്പം എനിക്ക് സുഖമില്ലാതെ വന്നപ്പോ മക്കള് ജോലി കളഞ്ഞ് എൻ്റെ അടുത്തോട്ട് വന്നതാ. 2 സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു വളരെ നല്ല കാര്യം. ഇതിങ്ങനെ ലെഗസി മുന്നോട്ട് പോകണമല്ലോ. എന്തായാലും ഞാനിങ്ങനെ കടയിട്ടിട്ട് ആശുപത്രിയിൽ പോകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് വാശി പിടിച്ചു അല്ലേ? ട്രീറ്റ്മെന്റിന് പോലും പോകാണ്ട് കടയിൽ കെട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു ആ സമയത്ത് വയ്യാണ്ടായപ്പോൾ. പക്ഷെ കുട്ടികളെല്ലാം അവരുടെ ജോലിയെല്ലാം കളഞ്ഞ് വന്നിട്ട് അമ്മയുടെ കൂടെ നിൽക്കുന്നു. ഇപ്പോൾ വെരി ഗുഡ്, നല്ല ഇതാണ്. അപ്പോൾ ഇത് തോരൻ്റെ കാര്യം ഇവിടെ നടക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. എന്താ അതിപ്പോൾ ഇനി കഴിക്കുമ്പോൾ കാണാം. ഇലയിൽ വിളമ്പുമ്പോൾ എല്ലാ കാര്യങ്ങളും തയ്യാറായ കറികളെല്ലാം ടേബിളിൽ നിരന്ന് കഴിഞ്ഞു. ഇനി വിളമ്പുന്നതിന് ആൾക്കാർ വരുന്ന സമയം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഫില്ല് ചെയ്യും. അപ്പോൾ സുശീല ചേച്ചി എന്നെ പറഞ്ഞുതരും എന്തൊക്കെയാണ്. ഇത് ജാതിക്കയും പച്ചമാങ്ങയും കൂടെ ചമ്മന്തി. ഐ സി. ജാതിക്ക പച്ചമാങ്ങ ചമ്മന്തി, തേങ്ങാ ചമ്മന്തി. ഇത് നമ്മുടെ ഉലുവാക്കറി. ഇത് നമ്മൾ സൈഡിൽ കപ്പ വറുത്തത് വെക്കും. കപ്പ വറുത്ത്. ഇന്ന് കപ്പ വറുത്താണെങ്കിൽ ചിലപ്പം കോവയ്ക്ക വറക്കും, വെണ്ടയ്ക്ക വറക്കും, മാറിയൊക്കെ വറക്കും. അപ്പോൾ ഇത് പച്ചപ്പയർ മെഴുക്ക് പുരട്ടി. ഓക്കെ. ഇത് അവിയൽ. ഇത് ബീറ്റ്റൂട്ട് പച്ചടി. ഇത് നമ്മുടെ കൂർക്ക തീയൽ. പിന്നെ ഇഞ്ചി തീയൽ. ഇത് ചെമ്മീനും തക്കാളി കറി. ഇത് നാരങ്ങ അച്ചാറ്. ഇത് മീനില്ല, മീൻകറി, കായും തേങ്ങാക്കൊത്തും കൂടെ ഉള്ള. ഇത് കൊണ്ടാട്ടം മുളക്. ഇത് സലാഡ്, കുക്കുംബർ, ക്യാരറ്റ്, പച്ചമുളക്, സവോള, തക്കാളി എല്ലാ സാധനവും ഇട്ടതാണ്. പിന്നെ ഇത് ബീഫ് ഇടിച്ചത്, ബീഫ് ഇടിച്ച് ഇടിയിറച്ചി. ഇത് പായസം.
ഇന്നത്തെ പായസം എന്താ? അരിയും ചെറുപയറും കൂടെ. ഇത് മീൻ ചമ്മന്തി. ഇതെല്ലാരും മീൻ ചമ്മന്തി എന്ന് പറയുമ്പോൾ ഉണക്കമീനാന്ന് ഓർക്കും. അല്ല, പച്ചമീൻ വറുത്താണ്. പിന്നെ ശനിയും ഞായറും കപ്പ മസ്റ്റായിട്ട് കാണും. അപ്പൊ അത് കപ്പ. ഇത് നമുക്ക് സാധാരണ ഹോട്ടലുകളിലൊന്നും ഇല്ലാത്തൊരു കറിയാണ്, പൈനാപ്പിൾ സ്വീറ്റ്സ് ആയിട്ട് വെക്കുന്നത്. പിന്നെ ഇത് കാബേജ് തോരൻ. ഇതിവിടെ പച്ചമുളക് കാന്താരി അരച്ചത്. ഇത് എരിശ്ശേരി, മത്തങ്ങയും പയറും ചേന എല്ലാം കൂടി എരിശ്ശേരി. അത് മീൻ പീര. ഇതെന്ന് ചെറിയ മീൻ എന്തെങ്കിലും മത്തിയാണ്, മത്തി മേടിച്ച് ഒഴിച്ചുകറികളാണ്. ഇത് പച്ചമോര്, ഇത് പുളിശ്ശേരി, ഇത് പരിപ്പ് കറിയാണ്. ഇത് പരിപ്പ്, ഇത് സാമ്പാർ, ഇത് മീൻചാറ് സെപ്പറേറ്റ് കൊടുക്കും. മീൻചാറുണ്ട്, ഒത്തിരി പേരുണ്ട് മീൻചാറ് ചോദിക്കുന്നത്. പിന്നെ ചില ദിവസം രസം വെക്കും. പപ്പടം, പിന്നെ ചോറ്. ചമ്പാവരി ചോറാണ് കേട്ടോ. ഇവിടെ മട്ട റൈസാണ് കൊടുക്കുന്നത്, വൈറ്റ് റൈസ് അല്ല. അതും എനിക്ക് ഭയങ്കര സന്തോഷം. അത് എനിക്ക് വൈറ്റ് റൈസിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ട. ഹസ്ബൻഡ് സ്ഥലത്തില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ പരിചയപ്പെടാമായിരുന്നു. ഹായ്, ഇതല്ല എൻ്റെ കൊച്ചുമക്കളിങ്ങ് വന്നേ. കൊച്ചു കുട്ടികളെയൊക്കെ നമുക്ക് കാണാം. കൊച്ചുമക്കൾ. ഇത് ഇളയ മോളുടെ മോളും മോനും. പിന്നെ മൂത്തയാളുടെ ഒരാളിവിടെ ഇല്ല, അവളുടെ പോയേക്കുക. ഇതെന്റെ മൂത്ത മോളുടെ കൊച്ച്. മോന് ഒരാളില്ല, ഡാൻസ് പഠിക്കാനായിട്ട് പോയിരിക്കുന്നു. ഫാദറിലോ ആണ് ഇളയ മോളുടെ. അപ്പം നമ്മൾ ഏകദേശം ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ പരിചയപ്പെട്ടാണ്. ഇവിടെ തന്നെയാണോ താമസിക്കുക? അടുത്താണോ? പിറവം. ഓ, പിറവത്താണ്. ഇത് ഇളയാളുടെ ഫാദറിലോ, ഇളയ മകളുടെ. ഓ, വളരെ സന്തോഷം. എല്ലാവരെയും കാണാൻ പറ്റിയല്ലോ. കട്ടപ്പനയിൽ നിന്ന് വന്നാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. എൻ്റെ പേരെന്താ? എൻ്റെ പേര് വത്സമ്മ. എൻ്റെ മകളാണ് സോണിയ. ഇത് എൻ്റെ ആങ്ങളയുടെ മകനാണിത്. ഓ, അത് ശരി. ഓക്കെ. കണ്ടതിൽ വളരെ. അപ്പോൾ ഇതിപ്പോൾ രണ്ടുപേരെ കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഞാനിപ്പോൾ എൻ്റെ ഈ ട്രാവലിലെ ഈ ഒരു യാത്രയുടെ ഭാഗമാണ് ഇവർ രണ്ടാളും. അതായത് ഇത് ഗ്രീൻബർഗ് റിസോർട്ടിൻ്റെ ഓണർ ശ്രീ ജസ്. ആൻഡ് ജസിൻ്റെ വളരെ അടുത്ത ഫ്രണ്ടും കൂടിയാണ്, എൻ്റെയും നല്ലൊരു ഫ്രണ്ടാണ്. ഇത് നമ്മളുടെ ഷാനവാസ്, ഷാനു എന്ന് വിളിക്കും. ഷാനു അങ്ങനെ ഭയങ്കര തിരക്കുള്ള ആളാണ്, പക്ഷേ ഇപ്രാവശ്യം എന്തോ കുറച്ച് സമയമൊക്കെ മാറ്റി വെച്ച് കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹൈലി റെക്കമെൻഡഡ് ആണ്. സുശീൽ ചേച്ചിയുടെ കടയിലേക്ക് വരണമെന്ന് അവിടെ വരുന്ന എല്ലാവരോടും പറഞ്ഞു വിടാറുണ്ട്. പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, പുറത്ത് വേറെ സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്നവരെ. ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാമല്ലോ, ഷീ ഈസ് വെരി ഫേമസ്. അങ്ങനെ അതും ഒരു സന്തോഷം. അപ്പോൾ ഇവരും കൂടെ വന്നു ഇവിടെ ഭക്ഷണം കഴിക്കാൻ. നമ്മുടെ കൂടെ വേണമെങ്കിൽ പായസം, ഓക്കെ, ഒരു പായസമെങ്കിലും കുടിച്ചിട്ട് പോകും. ഇതാണ് ആദ്യത്തെ മൂത്ത സണ്ണിലോ. രണ്ടാമത്തെ ആൾ സ്ഥലത്തില്ല. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്. ഇതൊരു ഫാമിലി റൺ ബിസിനസ്സാണ്. അപ്പോൾ അത് ഒരു സന്തോഷം കാണാൻ പറ്റി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓടിച്ചിട്ട് പിടിച്ചോണ്ട് വരും. ഇവരിനിപ്പോൾ തിരക്കാകും കുറച്ച്. അപ്പോൾ ഇവിടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ബാക്കി ആൾക്കാരെ കൂടി നമുക്ക് കാണാം. സുശീൽ ചേച്ചിയുടെ സപ്പോർട്ട്. ഓക്കെ, ഇത് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാം. നിങ്ങൾ കാണുന്ന ആൾക്കാർ പറയും, ചേച്ചി തന്നെ പറയും. ഇത് ഒരിക്കലും എൻ്റെ ജോലിക്കാരല്ല, എൻ്റെ കൂട്ടുകാരാണ്. എന്നോടൊത്ത് ഞാൻ അവരോടൊത്ത് ജോലി ചെയ്യുന്നു കേട്ടോ. സപ്പോർട്ട് സിസ്റ്റം ആണ്. ഈ കടയുടെ വിജയത്തിന്റെ പിന്നിലുള്ള ആൾക്കാരാണ് ഈ കാണുന്നതെല്ലാം. സുശീല ചേച്ചിയുടെ സ്വന്തം ആൾക്കാർ, ഒരു കുടുംബം പോലെ എന്ന് പറയുന്നത്. മക്കളും ഉണ്ട് ഇവിടെ, കൊച്ചുമക്കളും ഉണ്ട്, ബാക്കി ആൾക്കാരും ഉണ്ട്. ഓൾ ആ ഫാമിലി മെമ്പേഴ്സ്. അത് തന്നെ ഒരു വലിയ സന്തോഷം, നിറവുള്ള കാഴ്ചയാണ്. നമുക്ക് കാണുന്നവർക്കും ഒരു സന്തോഷമാണ്. ഈ തിരക്കിനിടയിൽ നിന്ന് ഞാൻ എല്ലാവരും ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ സുശീല ചേച്ചി കുറച്ച് തിരക്കിലാണ്. ബാക്കി പരിപാടികൾ പറഞ്ഞു തരും എന്തൊക്കെയാണ്. ഇന്ന് നമ്മുടെ ഊണിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു 40 പേർക്കുള്ള ഊണ് കൊടുത്തും കൂടെ വിടുന്നുണ്ട്. പാഴ്സലുണ്ട്. ഔട്ട്ഡോർ കേറ്ററിംഗ് എല്ലാം വെജ് ഊണാണ്. വെജ് ഊണാണെങ്കിലും 10-18 കൂട്ടം. അതെ, ഇത്രയും കറികളും ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് സമയത്ത് കൊടുത്തു വിടാൻ എല്ലാം എടുത്ത് വെച്ചിരിക്കുവാണ്. അപ്പൊ അതിനിടയ്ക്ക് ലഞ്ച് ടൈം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 12 മണി ആയതേ ഉള്ളൂ കേട്ടോ. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. എല്ലാവരും നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നു. സുശീല ചേച്ചിയുടെ കൈപ്പം. ഇരുപത്തിമൂന്ന് കൂട്ടം തൊട്ടുകറികളുമായിട്ട് എൻ്റെ ഇല നിറഞ്ഞിരിക്കുകയാണ്. ഗംഭീരമായിട്ട് എല്ലാം വിളമ്പി കഴിഞ്ഞു. സുശീൽ ചേച്ചി തന്നെ പേഴ്സണലി ഇതേ ഒഴിച്ചു തരാണ്. അപ്പോൾ ഈ ഒഴിക്കുന്ന കറി ഇപ്പോൾ ആദ്യം പരിപ്പ് ഗംഭീരമെന്നാണ് പറഞ്ഞത്. പരിപ്പ് പപ്പടം. യെസ്, പരിപ്പിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. വ്യത്യാസമുണ്ട് നല്ല. കൂർക്ക, ഷാനുവിന് കൂർക്ക ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടം. പൂഞ്ഞിക്കര റെസ്റ്റോറൻറ്റിൻ്റെ ആളാ. എന്നെ കറക്റ്റ് കഴിപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞു തരാൻ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഷാനു കൂടെ ഉണ്ട്, ഷാനവാസ്.
പൂഞ്ഞിക്കര കുസീന എന്ന് പറഞ്ഞ ആ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിൻ്റെ വൺ ഓഫ് ദ പാർട്ട്ണറാണ്. പുള്ളിക്കാരനറിയാത്ത ഒരു കുക്കിങ്ങും ഇല്ല. അമ്മയുടെ കൈപ്പുണ്യം അതുപോലെ കൊണ്ടുവന്നിട്ടാണ് പൂഞ്ഞിക്കരയിലൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ആളാണ്. ഇഞ്ചി തീരെ കഴിക്കണം. ഓരോന്ന് പറഞ്ഞല്ലോ. അടിപൊളി കേട്ടോ. ഇത് കുർക്ക, മീനില്ലാത്ത മീൻ കറി. അതിൽ തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് അടിപൊളി. ഇതെങ്ങനെയുണ്ട്? ചെമ്മീനും തക്കാളി ഉണക്കച്ചെമ്മീനും തക്കാളി. അത് ഒഴിച്ചു കഴിക്കണം. വാവ്, കാന്താരി ചോറിലിട്ടിളക്കി കഴിച്ച അടിപൊളിയാന്ന് പറയുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഭക്ഷണം തന്നെയാണ്. ഈസ് ആൻ എക്സ്പേർട്ട്. കുക്ക് ചെയ്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ, എല്ലാം അറിയാം, എല്ലാം പറഞ്ഞു തരും. പക്ഷേ അല്ല, അമ്മയുടെ ഇത് കണ്ട് കഴിച്ച് ആ ശീലം. ഇനി ഏതാ ടേസ്റ്റ് ചെയ്യണ്ടേ? ഇത് ഇടിയിറച്ചി, പിന്നെ ഉണക്കച്ചെമ്മീൻ ഇട്ട ചമ്മന്തി. അത് ഉണക്കച്ചെമ്മീൻ അല്ലാന്ന് പറഞ്ഞു. ഇത് പച്ച മീൻ വറുത്തിട്ട് ചെയ്ത ചമ്മന്തിയാണ്. ഇനി ഇവിടെ ഒരു സ്പെഷ്യൽ ചമ്മന്തി, ജാതിക്കയും മത്തിപ്പീര. ഇത് നോർമലായിട്ട് 130 റുപ്പീസിന് കൊടുക്കുന്ന മീൽസാണ്. ഇത്രയും അല്ലേ ഐറ്റംസ്, ഭയങ്കര സംഭവമാണ്. പിന്നെ സ്പെഷ്യൽ എന്ത് വേണമെങ്കിലും ഉണ്ട്. ഫ്രൈ, ബീഫ്, ചിക്കൻ, ഫിഷ് മുതലായ കാര്യങ്ങളുണ്ട്. കൊഴുവ ഫ്രൈ, മത്തി ഫ്രൈ, പിന്നെ അയല ഫ്രൈ ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് വാങ്ങിക്കാം. എന്തായാലും ഞാനിതെല്ലാം ഒന്ന് കഴിച്ച് തീർക്കട്ടെ. കഴിക്കുന്നില്ലേ? ഇല ഇടാം. കടയിൽ തിരക്ക് വന്ന് തുടങ്ങി. 12:10 ആയിട്ടേ ഉള്ളൂ. ദിസ് ഇസ് കൊഴുവ ഫ്രൈ. ക്രിസ്പി. ഇത്രയും കറി കഴിക്കുമ്പോൾ തന്നെ വേറെ അറിയും. അപ്പോൾ ചോറ് വളരെ കുറച്ച് കഴിച്ചാൽ മതി. ഇതിൽ ഷാനുവിന് ഇഷ്ടമുള്ള കറികൾ ഏതാണ് ഏറ്റവും ഇഷ്ടം? എനിക്ക് ഭയങ്കര ഇപ്പോൾ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കറി എന്ന് പറയുന്നത് ഈ ഇഞ്ചിത്തീയൽ. ഇത് നമ്മുടെ നാടൻ ഇഞ്ചിത്തീയലാണ്. അടിപൊളിയാണ്. അപ്പോൾ അത് ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ആ ഭാഗത്ത് കാണുന്ന തീയലാണ്. നല്ല ടേസ്റ്റി സാധനം. അടിപൊളിയല്ലേ? ഇത് കൊള്ളാം. പക്ഷെ ഇതിനകത്ത് ഇച്ചിരി മധുരം ചേർത്തിട്ടുണ്ട്. നമ്മൾ മധുരം ചേർക്കത്തില്ല. ശരിക്കും ഷാനുവിന്റെ റിയൽ സ്ഥലം എന്ന് പറയുന്നത് റാന്നിയാണ്. അതുകൊണ്ട് ഈ ഏരിയയിലേക്ക് ഭക്ഷണം അറിയാം. പിന്നെ എനിക്ക് ഈ ഉണക്കച്ചെമ്മീൻ ഇട്ട ഒരു തക്കാളിക്കറി അത് ഒഴിച്ച് കഴിക്കണം എന്ന് പറയുന്നത്, അത് ഭയങ്കര ഇഷ്ടം. വേറെ കുഴപ്പമില്ല. ഇനി കൂർക്ക തീയൽ, അത് ഭയങ്കര നല്ല സീസണലാവുമ്പോൾ കൂർക്ക തോരൻ വെക്കും. പിന്നെ ഉണക്കിറച്ചി ഇഷ്ടമായിരിക്കും അല്ലേ? പിന്നെ ഇത് ചിക്കൻ തോരനാണ്. ചിക്കൻ തോരൻ. പിന്നെ ചിക്കൻ തോരൻ അങ്ങനെ ആയിരിക്കും ട്രിവാൻഡ്രം സൈഡിലായിരിക്കും ചിക്കൻ തോരൻ. അവിടെ നല്ല ഫേമസ് ആയിട്ടുള്ള ചിക്കൻ തോരൻ. പക്ഷെ അതെങ്ങും കിട്ടത്തില്ല. ഇത് പിന്നെ മത്തിപ്പീരയും നല്ലതാണ്. മത്തിപ്പീര പിന്നെ എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷെ കോമൺ ആയിട്ട് അല്ലാത്ത ഒരുപാട് കറികൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ കാന്താരി വിത്ത് കപ്പ ആൻഡ് ചെമ്മീൻ ചമ്മന്തി എല്ലാം കൂടി ചോറിൻ്റെ കൂടെ കഴിക്കണം. അതാണ് പറഞ്ഞു തന്ന ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ് കേട്ടോ. അടിപൊളി, ഗംഭീരം. ഇവിടെ തിരക്ക് കൂടി തുടങ്ങി. അങ്ങനെ സുശീല ചേച്ചിയുടെ കടയിൽ നിന്ന് നമ്മൾ തിരിച്ച് ഗ്രീൻബർഗ് റിസോർട്ടിലെത്തി. ഇപ്പം മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇറങ്ങിയപ്പോൾ നോക്കിയേ ഇരുണ്ട് കിടക്കുന്നത്. 4 o'clock എല്ലാം കഴിഞ്ഞു. ഇവിടെയെല്ലാം ഭയങ്കര രസമുണ്ട് കേട്ടോ. ഈ മണവാട്ടി ഫ്രോഗിനെ ഞാൻ വീണ്ടും കാണുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു ഫാമാണ്. ഇവരുടെ മൃഗങ്ങളെയൊക്കെ വളർത്തുന്ന സ്ഥലം. അതിപ്പോൾ കുറച്ച് റിനോവേഷൻ വർക്ക് നടക്കുകയാണ്. നല്ലൊരു ഫാം ടൂറിസവും ഇതുമായിട്ട് ബന്ധപ്പെട്ട അത് ഇനി ഈ റിസോർട്ടിൽ അതും ഉണ്ടാവും, ഫാം ടൂറിസം ഇപ്പോഴും കാണാം നമുക്ക്. അപ്പോൾ ആ പെറ്റ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഇത് ഇവർക്ക് ആവശ്യമുള്ള മൃഗങ്ങളാണ്. ലൈക്ക് ആടുണ്ടോ? ഇല്ല, ആടുണ്ട്, റാബിറ്റുണ്ട്, താറാവുണ്ട്, കോഴിയുണ്ടാവും. കോഴിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ തന്നെ വളർത്തുന്നത് തന്നെയാണ് കേട്ടോ. അവരെയൊക്കെ ഒന്ന് കാണാനായിട്ട്. പന്നിയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇവിടുത്തെ ചിക്കൻ ഇവിടെ തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, എന്നോടൊപ്പം ഉള്ളത് നിഖിലാണ്. നിഖിൽ ഇവിടുത്തെ ഓപ്പറേഷൻസ് മാനേജറാണ്. അപ്പോൾ നിഖിൽ പറഞ്ഞിങ്ങനെ ഇവിടെ എല്ലാ ഇവരുടെ ഈ മൃഗങ്ങളെയൊക്കെ തന്നെ ഇവിടെ മീറ്റാക്കുന്നത്. ശരി, ഓക്കെ.
ഇതൊരു വലിയ ഡെവലപ്പ് ചെയ്ത് ഭയങ്കരമായിട്ട് വലുതാക്കാനുള്ള തീരുമാനമാണ്. ഇപ്പം എല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് താമസിപ്പിച്ചിരിക്കുക. ഇവിടെ പണി നടക്കുന്നുണ്ട്. ഡക്കിന് വേണ്ടി ഒരു പൂളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. നോക്കിയേ, നല്ല രസമുണ്ട്. ഒരു സ്വിമ്മിങ് പൂളും അല്ല തോന്നുന്നു. ഡക്കിന് വേണ്ടി വീടും ഉണ്ടല്ലേ, ഇങ്ങനെ ഒരു ക്യൂട്ടാക്കാൻ പോവാ. നോക്കി, അവർക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇത് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇവരെ എല്ലാവരും ഇങ്ങോട്ട് തിരിച്ചു പോകണം. അപ്പോൾ ഡക്കൊക്കെ ഭയങ്കര രസമായിട്ടായിരിക്കും ഇവിടെ താമസിക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു ബേർഡ്സിന് വേണ്ടിയിട്ടൊരു എൻക്ലോഷർ വരികയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരു പെറ്റ്സും എല്ലാം കൂടി ചേർന്ന് വരുന്ന പെറ്റ് സൂ പ്ലസ് ഒരു ഫാം ടൂറിസം, അതാ ഉദ്ദേശിക്കുന്നത്. നോക്കി, എല്ലാം നല്ല ക്യൂട്ട്. ഇത് നോക്കി, ഇവിടെ കോഴിയായിരിക്കും അല്ലേ വരാം, റാബിറ്റ്. ഓ, റാബിറ്റിൻ്റെ വീട് ഇതായിരിക്കും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ ഇവിടെ ആരായിരിക്കും? കോഴി, ആടിനെ. ഓക്കെ, ഒക്കെ ഭയങ്കര ഹൈജീനിക്കായിട്ട് അവർക്ക് ഭയങ്കര രസമായിട്ട് താമസിക്കാം. ഇവിടെ ഒരു ഫിഷ് പോണ്ടാണ് കൺസീവ് ചെയ്യുന്നത്. അതായത് ഗസ്റ്റുകൾക്ക് വന്നാൽ അവിടെ ഇരുന്നു കൊണ്ട് ഫിഷിനെ ഫീഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും, കാണാം. ഇങ്ങനെ ഓരോരോ ഭാഗം. അങ്ങോട്ട് പോകുമ്പോൾ പിഗിൻ്റെ ഫാമാണ്, പന്നി വളർത്തൽ ആ ഭാഗത്ത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്തുണ്ടെന്നാണ് പറഞ്ഞത്, ഒരു ബിൽഡിങ്ങിനകത്തല്ലേ. ഓക്കെ, കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് വന്നാൽ ഇതെല്ലാം കാണാം വിശദമായിട്ട്. ഇവിടെ പുറത്ത് നല്ല മഴ കേട്ടോ. മഴ അങ്ങോട്ട് ഉറച്ചു, ചെറിയ ചാറ്റൽ മഴ ഇപ്പോൾ പെരുമഴയായി. ഞാൻ നോക്കിയേ, ഇവിടെ പെറ്റ് സൂവിനകത്താണ് ഇപ്പോൾ കിടന്ന് കറങ്ങുന്നത്. എന്താണ് ഞാൻ പറയുന്നത്, ഇവിടെ എല്ലാ പെറ്റ്സൊക്കെ ഇപ്പോൾ ഒരു സ്ഥലത്തേക്കായി, അടുത്തടുത്തുള്ള റൂംസിൽ. ഇവരെല്ലാം ഇനി ഭയങ്കര ഭംഗിയുള്ള വീടുകളിലേക്ക് പോകാൻ പോവാണ്. ഇതൊക്കെ ഒരു ഗ്രേ കളറിലെ റാബിറ്റ് കുട്ടിയാണ്. അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിരിക്കും, അവരല്ലെങ്കിൽ ചാടിപ്പോവും. സോ ക്യൂട്ട് അല്ലേ. ഇതുപോലെ വൈറ്റ്, ബ്ലാക്ക് ഇവരെല്ലാവരും ഉണ്ട്. ഇതിനകത്തെല്ലാം ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് റാബിറ്റ് ഉണ്ട്, പിന്നെ അവിടെ പന്നിയുണ്ട്, പിന്നെ കുറച്ച് പ്രാവുകളെ വളർത്തുന്നുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ റെയറായിട്ടുള്ള ഒരു വെൽവെറ്റ് ബനാന എന്ന് പറഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പഴം പോലെ, കപ്പപ്പഴം പോലെ ഇരിക്കുന്നു. പക്ഷെ അത് കഴിക്കാനുള്ളതല്ല, എഡിബിളല്ല. ഇത് അതേ ഓപ്പോസിറ്റ് സൈഡിൽ അതിങ്ങനെ അതുപോലെ വാഴക്കൂമ്പും ഒക്കെ ഉണ്ട്, പഴത്തിൻ്റെ അതേ ആകൃതിയിൽ. ഇറ്റ്സ് എ ബനാന, പക്ഷേ എഡിബിളല്ല. അത് ഫാൻസി, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ നല്ല മഴയത്ത് നല്ലൊരു ആംബിയൻസ്, ഇരുണ്ട് മഴയും കുറേ മൃഗങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ എന്ത് രസമല്ലേ. മഴ നനയണ്ട കേട്ടോ. ഞാനിങ്ങനെ സൈഡിലിങ്ങനെ ഓരം ചേർന്ന് നിൽക്കുക. ഹലോ, കൂട്ടിൽ നിന്ന് പുറത്ത് എടുത്തതിൻ്റെ ഒരു വിഷമത്തിലാണ് ആള്. പേടിക്കണ്ട. ഓക്കെ, പല ടൈപ്പ് താറാവുണ്ട് കേട്ടോ. ഗൂസിനെ പോലെ ഇരിക്കുന്നു, പിന്നെ താറാവ്, പിന്നെ വെറൈറ്റി കോഴികൾ, ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. കുഞ്ഞു താറാവല്ല, ബിഗ് വൺ, അതും കാണാം. പിന്നെ ആടുണ്ട്, ഇത് അവിടെ നിന്ന് എത്തി നോക്കുന്നു, എന്നെ നോക്കും അവിടെ നിന്ന്. അത് കൊള്ളാം. ആട്, അതിനടുത്ത് പന്നി, പിഗ്. അയ്യോ, ഇതൊരു പെറ്റിംഗ് ടൈപ്പ് പിന്നെ ആടാണ് കേട്ടോ. ഇതിൻ്റെ പേര് ബാർബറി എന്നാണ്. നമുക്ക് വേണമെങ്കിൽ പെറ്റ്സ് ആയിട്ട് വീട്ടിൽ ഒരു പെറ്റായിട്ട് വളർത്താം. ബാർബറി. സ്നേഹമുണ്ട് കേട്ടോ. അയ്യോ, എൻ്റെ സൈഡിൽ കൂടി ഒരാൾ സൈഡിൽ കൂടി വന്ന് വിളിക്കുക. ആ, കൊള്ളാം. നൈസ്. ഇതൊരു വെറൈറ്റിയാണ്, കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഡിഫറെൻറ്റ്. അയ്യോ, ഹലോ. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഫാമിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. മഴയാണെങ്കിലും ഭയങ്കര രസം. എന്ത് സ്നേഹം അറിയാമോ ഈ ആട്ടിനൊക്കെ. ബാർബറി എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരും. ആ ഒരു വെറൈറ്റിയാണ്. അതിനെ നമുക്ക് പെറ്റായിട്ട് വളർത്താൻ പറ്റും. ഭയങ്കര സ്നേഹം. ഞാൻ ഈ ടൈപ്പ് ആടിനെ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരെണ്ണത്തിനെ കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹം തോന്നുന്നു. പിന്നെ പന്നിക്കുട്ടന്മാരുണ്ട്, ടർക്കി കോഴിയുണ്ട്, എല്ലാവരും ഉണ്ട്. വെറൈറ്റീസ് രസമുണ്ട് കേട്ടോ. ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഗ്രീൻബർഗ് റിസോർട്ടിലേക്ക് വന്നോളൂ. നിങ്ങൾക്ക് ഇവിടെ ഒരു പെറ്റിംഗ് സൂ പോലെ, അതൊരു ഫാം ടൂറിസം ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. ഭയങ്കര ആ ഒരു എൻജോയ്മെൻറ്റും കൂടെ കാണാൻ പറ്റും. എമ്മു വരുന്നുണ്ട്, കുറേ നല്ല ആനിമൽസ് ഇനിയും വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഫിഷ്, ബേർഡ്സ്, അടിപൊളി. മഴയത്ത് അല്ലേ, മഴയത്ത് ഇത് വേറൊരു മൂടാണല്ലോ. മഴയത്ത് ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ കണ്ട് ഈ ഒരു പച്ചപ്പ്, ഭയങ്കര രസമുണ്ട്. ഇങ്ങനെ ഒരു ആംബിയൻസ്, ഇറ്റ്സ് വെരി നൈസ്. അടിപൊളി കൂടുകളാണ് ഇവർക്കെല്ലാം വരുന്നത്, അവരുടെ വീടായിട്ട്.